ഷീജാസ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടിപ്സിലേക്ക് പോകാം. വീഡിയോ ഫുള്ളായിട്ടും കാണണേ. ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ വെളുത്തുള്ളി പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടികല്ല് വെച്ച് ഇത് എല്ലായിടും തെറിച്ചു പോയി. ഇടികല്ല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തല്ലി കൊടുക്കാം. വേർതിട്ട് വരും. ഒന്ന് വേർപെട്ട് വന്നു ഇട്ട് ഒരു ചെറിയ ടിപ്പാണ് കേട്ടോ. ഇനി ഇത് പെട്ടെന്ന് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് കുറച്ച് പുട്ടുപൊടി ഉണ്ടല്ലോ. പുട്ടുപൊടി ആകുമ്പോൾ ഇത്തിരി തരി ഉണ്ടാവുമല്ലോ. പുട്ടുപൊടി ഇടിയപ്പപ്പൊടിയൊന്നും പറ്റത്തില്ല. പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിപ്പം കൈ കൊണ്ട് കണ്ട നമ്മളൊന്നും ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് തിരുമ്മിയാൽ മതി. നന്നായിട്ട് ഇതിന്റെ തൊലിയൊക്കെ പോയി കിട്ടും. ഇപ്പം അത് കണ്ട ഇതിന്നെല്ലാം വേർപെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. തീരെ ചെറുതൊക്കെ, ബാക്കിയൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മള് വെളുത്തുള്ളി തൊലിക്കാൻ നമുക്ക് വളരെ ഈസിയാണ്. നമ്മളിതുപോലെ ചെയ്ത് വച്ചിരുന്നാൽ നമുക്ക് രാവിലെയും വളരെ ഈസി ആയിരിക്കും കുക്കിംഗ് ഒക്കെ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമ്മുടെയൊക്കെ വീട്ടിലെ ചപ്പാത്തി പരത്തുന്ന റോളർ, ചപ്പാത്തി കുഴവി എന്ന് നമ്മൾ പറയും. ഇത് എല്ലാവരുടെ വീട്ടിലും ഉണ്ടല്ലോ. അപ്പൊ ഇത് മാത്രമല്ല, തടിത്തവി, തടിയുടെ സ്പൂണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടില് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ഒരുമാതിരി കേടായി പോകും പോലെ തോന്നും. ഒരുമാതിരി കളറൊക്കെ മാറി ഒരുമാതിരി പഴഞ്ചനായി പോകും പോലെ തോന്നും. അപ്പൊ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു 2 തുള്ളി, ഒരുപാട് വേണ്ട. ഇതുപോലെ ഈ തടി കൊണ്ടുള്ള സാധനങ്ങളിലൊക്കെ ഇതേപോലെ ഇപ്പം ഇതാണെങ്കിലും സ്പൂണാണെങ്കിലും തടിത്തവി ആണെങ്കിലും എന്തിലാണെങ്കിലും ഇതേപോലെ നമ്മൾ തേച്ച് കൊടുത്തു കഴിഞ്ഞാല് നല്ല ഇതായിട്ടിരിക്കും. നല്ല ഒരു പുതിയതുപോലെ എപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇപ്പം ഇതുപോലത്തെ ഇങ്ങനത്തെയൊക്കെ ഒരു തവിയൊക്കെ കാണും. അപ്പം അതിലാണെങ്കിലും ശരി തന്നെയാണ്. നമ്മൾ ഇതേപോലെയൊക്കെ ഒന്ന് തടവി കൊടുത്ത് വച്ചിരുന്നാല് നല്ലതായിട്ട് നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. കുറച്ചു കാലം കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ വീട്ടിലെ ചീപ്പുകളൊക്കെ നമ്മള് തല കോതിയിട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും അതിലൊക്കെ പെട്ടെന്ന് എണ്ണ അഴുക്കും അങ്ങനെ എല്ലാം പറ്റാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് എന്താന്ന് വെച്ചാല്, ഈ ചീപ്പിലൊക്കെ കുറച്ച് നമ്മുടെ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, ടാൽക്കം പൗഡർ ഒന്ന് ഇതേപോലെ ഇട്ട് കൊടുക്കണം. അപ്പം ടാൽക്കം പൗഡർ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ ഇതിനൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ ഓരോ ബ്രഷായിട്ട് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ചെയ്യാറില്ലേ, പൗഡർ ഇട്ട ശേഷം കണ്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ എല്ലാ ചീപ്പിലും ഇതേപോലെ തന്നെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് സമയമുണ്ടെങ്കിൽ വെള്ളത്തിലൊക്കെ വെച്ചിട്ട് കഴുകിയെടുക്കാം, കുഴപ്പമില്ല. കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. അപ്പൊ ഇതിന്റെ എണ്ണ ഒഴുക്കും അതൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്തെങ്കിലുമൊക്കെ പൊടിയോ അഴുക്കും ഉണ്ടെങ്കിൽ അതും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന, നമ്മൾ സെയിൽ ചെയ്യുന്ന ഹെയർ ഓയിലാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക്, വാട്സപ്പ് നമ്പറാണ്, മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ കൊറിയർ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഈ വീഡിയോയിലൊന്ന് മെൻഷൻ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോസിൽ ഇപ്പൊ ഇന്ന് കാണിച്ച ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.